നമ്മൾ പൊതുവേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോളായിട്ട് പറയാറുള്ളത് ലാറ്റിൻ അമേരിക്കയാണ്. എന്നാൽ ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും മോശമായിട്ട് ഫുട്ബോൾ കളിക്കാനാകുമെന്നും നമ്മൾ ഇന്നലെ കണ്ടു. നമ്മൾ പറഞ്ഞു വരുന്നത് പരോഗ ഫ്രാൻസ് മത്സരത്തെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നത് ഈ കളി കണ്ട ഫ്രാൻസ് ആരാധകർക്ക് ഒരുപക്ഷെ ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് പരോഗക്കാരെ തല്ലാൻ തോന്നിയിട്ടുണ്ടാവും. കാരണം അത്രത്തോളം ഡാർക്ക് കാർഡ്സ് ആണ് ഇന്നലെ പരാഗ് പുറത്തെടുത്തിട്ടുള്ളത്. വേൾഡ് കപ്പ് സത്യത്തിൽ ഒരു കണ്ടംകളിയായ ദിവസമായിരുന്നു ഇന്നലെ. കാരണം പരോഗ എന്താണ്, ഒരു കളിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതായത് എന്തൊക്കെ മോശമായി ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് കുത്തുക, ഓൾറെഡി വീണ് കിടന്ന ഒരാളെ പോയിട്ട് ചവിട്ടുക, അനാവശ്യമായി പ്രകോപിപ്പിക്കുക, എതിർ ടീം ഫോൾ ചെയ്യുമ്പോൾ പോയിട്ട് അഭിനയിക്കുക, ഇങ്ങനെ അതായത് ഫുട്ബോൾ പ്രേമികൾക്ക് മടുപ്പിക്കുന്ന എല്ലാം പരോഗ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എല്ലാ ലോകകപ്പിലും ടീമുകൾ ഉണ്ടാവാറുണ്ട്. ഒരു ടീം നമ്മുടെ ഹൃദയം കവർന്നുകൊണ്ടായിരിക്കും പോവുക. ഇപ്പോൾ കെബയുടെ എല്ലാവരുടെയും ഹൃദയം കവർന്ന എല്ലാവരും അവർ പുറത്തായിട്ടും അവരെ പൊക്കി പറയാണ്. അതേസമയം പരാഗ് റിസൾട്ട് വൈസ് അവർ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും വെറുപ്പ് വാങ്ങിയിട്ടാണ് പരാഗ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മത്സരത്തെക്കുറിച്ച് ഒരു ഫ്രാൻസ് ആരാധകനോട് തന്നെ ചോദിക്കാം. അപ്പോൾ എന്താണ് സംശയിച്ചത്, എന്താണ് ഇന്നലെ നമ്മൾ കണ്ടു, നമ്മൾ പറഞ്ഞ പോലെ പരാഗ്വയുടെ കളി. പരാഗ്വ ശരിക്ക് ബോൾ വെച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു കളിയും കളിച്ചിട്ടില്ല. അവരുടെ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ജർമ്മനിയെ കളിച്ച പോലെ 120 മിനിറ്റ് എങ്ങനെയെങ്കിലും ഡ്രോയിൽ തള്ളി നിൽക്കാം, എന്നിട്ട് ബാക്കി ഷൂട്ടൗട്ടിൽ നോക്കാം എന്ന പ്രതീക്ഷയിലാണ് അവർ കളിച്ചത്. അവർ കയ്യിൽ ബോളുള്ള സമയത്ത് പോലും അവരുടെ പ്ലെയേഴ്സ് എപ്പോഴും ഐസൊലേറ്റഡ് ആണ്. ബോൾ റിസീവ് ചെയ്യാൻ ഒരു പ്ലെയർ ഇല്ല. അപ്പം വളരെ കുറഞ്ഞ സമയം മാത്രമേ അവർക്ക് ഫ്രാൻസിൻ്റെ ഹാഫിലേക്ക് ബോൾ എത്തിക്കാൻ പറ്റുള്ളൂ. ആ സമയത്തൊക്കെ നമ്മൾ കണ്ട് ഇപ്പോൾ എൻസിസോയുടെ കയ്യിലാണ് ബോളെങ്കിൽ എൻസിസോ ഒറ്റക്കാണ്. അവിടെ കറക്റ്റ് ചെയ്യാൻ ഒരു അൽമിറോൺ വരുന്നില്ല. അൽമിറോൻ്റെ കയ്യിൽ ബോൾ ഉണ്ടെങ്കിൽ ഒരു പ്ലെയറും സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അവരെ കളി വിത്തൗട്ട് ബോളായിരുന്നു അവർ കളിക്കാൻ തീരുമാനിച്ചത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെ ഫോം, അതിനെ കളിച്ചുകൊണ്ട് ബീറ്റ് ചെയ്യാൻ പരാഗ്വയ്ക്ക് സാധിക്കും.